മമ്മൂട്ടിയുടെ ന്യൂസ് ചോർത്തി ലാലേട്ടനാണ് അസുഖത്തിൻ്റെ കാര്യം ഇത് തമ്മിൽ നല്ല പണി കിട്ടും. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ മമ്മൂക്കയുടെ പേരിൽ ലാലേട്ടൻ പോയിട്ട് ശബരിമലയിൽ മറ്റേ പുഷ്പ എന്തോ കഴിപ്പിച്ചല്ലോ, എന്തോ കഴിപ്പിച്ചത്, അതിനെ പറ്റി എന്താ അഭിപ്രായം? അതല്ല, പുള്ളിയുടെ ന്യൂസ് പുറത്തു തരാനൊരു അടി തന്നെയാണ്. ആ ന്യൂസ് ജോലിയും ചെയ്തു. അത് ലാലേട്ടൻ അങ്ങനെ വലിയ അസുഖമൊന്നുമില്ല പുള്ളിയുടേതായിട്ട്. ഇവരവർ നല്ല മത്സരമുണ്ട്, പണ്ടുള്ളിലുള്ള മത്സരമാണ്. തമ്മിൽ നല്ല നേരിട്ട് കാണുന്ന സ്നേഹം കാണിക്കുമെങ്കിലും തമ്മിൽ നല്ല മത്സരമുണ്ട്. ഇതിന് മമ്മൂട്ടി ഏർലി സ്റ്റേജിലാണ് പുള്ളി. എന്തായാലും പുള്ളി ഒരു ബ്രേക്ക് എടുക്കുക മാത്രമേ ഉള്ളൂ. മഹേഷിൻ്റെ പടത്തിൽ നമ്മൾ ബ്രേക്ക് എടുക്കുന്നതാണ്. പുള്ളി എന്തായാലും ഹെൽത്ത് നോക്കുന്ന ആളാണ്. റിസോർട്ട് എന്തായാലും മമ്മൂട്ടി ഫാൻസിനോട് എന്താ പറയാനുള്ളത്? മമ്മൂട്ടി ഫാൻസുകാർ അത്ര ടോക്സിക് അല്ല. അവർ മമ്മൂട്ടിയുടെ എല്ലാ ഫിലിമും എൻകറേജ് ചെയ്യും. കാതിൽ എൻകറേജ് ചെയ്യും, ഒപ്പം തന്നെ ടർബോ എല്ലാം എൻകറേജ് ചെയ്യും. പക്ഷേ ലാലേട്ടൻ ഫാൻസ് വളരെ ടോക്സിക്കാണ്. അവർ മ്യൂസിക് ഒരിക്കലും റോൾസ് മാത്രം എൻകറേജ് ചെയ്തില്ല. അപ്പോൾ അവർ പ്രണയം പ്രൊമോട്ട് ചെയ്തിട്ടില്ല, വില്ലൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ലാലേട്ടൻ്റെ മാക്സിമം മുമ്പുള്ള ഫാൻസ്, ആ ഫാൻസാണ് ശരിക്കും ഫാൻസ്. ഞങ്ങളെന്താണ് അതേ എൻ്റെ ഫാൻസ് വളരെ ടോക്സിക്കാണ്. ഞാനത് വന്നിട്ടായിട്ട് പോയി അടി ഉറപ്പായി. പോയില്ല, എനിക്ക് തലക്ക് അസുഖമുണ്ട്. രാത്രി 12 മണി വരെ പറഞ്ഞു. രാവിലെ 6 മണിക്ക് അവിടെ കാണാം. എല്ലാ അണ്ണന്മാരും അവിടെ എത്തി, മണ്ടന്മാരെ അവർ. ഫാൻസുകാർ പൊട്ടന്മാരെന്ന് തെളിയിച്ചു. ഞാൻ ഫാൻസുകാർ പൊട്ടന്മാരാക്കി. പേടിയൊന്നല്ല, എന്ത് പേടി? ആരെങ്കിലും പോയി ഇങ്ങനെ മണ്ടത്തരം കാണിക്കും. അവർ ടോക്സിക് ഫാൻസാണ്. ഒരു ബോധമില്ലാത്തമാരെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വീട് കൊണ്ട് കളയണം. ഞാൻ വേറെ പോയി. ഞാൻ വേറെ പോയില്ല. അവിടെ ഫാൻസ് ഉണ്ടായിരുന്നു.